ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ ആൻഡ്രോയിഡിലുള്ള എന്താ പറയുക, ആൻഡ്രോയിഡും ജാവയും റിലേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ കുറച്ച് ജാവ പാക്കേജസ് ആണ്, ആൻഡ്രോയിഡ് ആൻഡ് ജാവ പാക്കേജസ് ആണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യുക, ആ ഇൻസ്റ്റലേഷനും കൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിലുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. ജസ്റ്റ് പാക്കേജസ്, കുറേ പാക്കേജസ് ഞാൻ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ പാക്കേജസ് ആക്ച്വലി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചുണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ബ്രീഫാക്കി മനസ്സിലാക്കി വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾ പ്രോജക്റ്റ് ആൻഡ്രോയിഡ് ചെയ്യുന്നത് കൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻസ് നമ്മളൊരു പക്ഷേ ലാബ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലാബൊക്കെ വളരെ ഈസി ആയിരിക്കും. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, നിങ്ങളിനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബേസിക്കലി പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആൻഡ്രോയിഡ് ജാവ പാക്കേജസ് ആണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ജാവ ആയിക്കഴിഞ്ഞാലും PHP ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എനി അതർ ലാംഗ്വേജസ് ആയിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട പാക്കേജസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യും അല്ലേ. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് അതിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ജാവയിൽ ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിലിറ്റി പാക്കേജ് കൊടുത്താലേ നമുക്ക് ടൈം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ജാവയിൽ. അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പാക്കേജ് കൊടുത്താലേ നമുക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ജാവയിൽ കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡിൽ വരുമ്പോഴും നമ്മൾ ഒരുപാട് പാക്കേജസ് ഇനീഷ്യലി നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ആക്ച്വലി ഞാൻ ഈ പറയുന്ന പാക്കേജസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നത്, വീഡിയോ കാണാൻ പറ്റുന്നത്, ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്, ഓക്കെ, ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുന്നത് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്, യൂട്യൂബിൽ തന്നെ സൈൻ അപ്പ് ഡീറ്റെയിൽസ് വരാറില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ ലിങ്ക് ചെയ്തിട്ട് ഇതിനൊക്കെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പാക്കേജസ് നമ്മുടെ ഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ ആൻഡ്രോയിഡ് ആൻഡ് ജാവ പാക്കേജസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ കുറച്ചെണ്ണമാണ് പറയുന്നത്. അതിൽ കൂടുതൽ പാക്കേജസ് ആക്ച്വലി അവൈലബിൾ ആണ്. ഞാൻ തരുന്ന PDF കുറച്ചുകൂടെ കൂടുതൽ പാക്കേജസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ആദ്യത്തേതാണ് ആൻഡ്രോയിഡ് ആപ്പ് എന്ന് പറയുന്ന പാക്കേജ്. ഇതുള്ളത് കൊണ്ടാണ് നമ്മളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരു സിംഗിൾ റെപ്പോസിറ്ററി ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ഫോണിൽ മെയിൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്പ് എന്ന് പറയുന്ന എന്താ പറയുക ലൈബ്രറി ഉള്ളതുകൊണ്ടാണ്, പാക്കേജ് ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്പ് ഡോട്ട് അഡ്മിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ഫോണിലായി കഴിഞ്ഞാലും നമ്മൾ ആദ്യം തന്നെ സൈനപ്പ് ചെയ്ത് കൊടുക്കുന്നില്ലേ നമ്മുടെ ഫോണിലോട്ട് കയറുമ്പോൾ. അതിൽ ആ ഒരു ഡീഫോൾട്ടിലായിരിക്കും നിങ്ങളുടെ ഫോൺ ആയി കഴിഞ്ഞാലും നിങ്ങളുടെ ഇമെയിൽ ആയി കഴിഞ്ഞാലൊക്കെ നിങ്ങൾ എന്താ പറയുക ഡീഫോൾട്ട് ആയിട്ട് ഒരു സൈൻ ഇൻ ആയിട്ട് കിടക്കുന്നത് നിങ്ങൾ ആ ഇനീഷ്യലി കൊടുത്ത അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ അതാണ് അഡ്മിൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആരാണോ ആ ഇത് യൂസ് ചെയ്യുന്നത് അയാളുടെ എന്താ പറയുക അയാൾ റിലേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ആപ്പ് പാക്കേജ് ആണ് ആക്ച്വലി ആൻഡ്രോയിഡ് ആപ്പ് ഡോട്ട് അഡ്മിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്. ഇപ്പോൾ ഞാനിപ്പോൾ സെയിം ഫോണിൽ തന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനി അതർ എൻ്റെ എന്താ പറയുക ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ എൻ്റെ ഡിഫറെൻറ്റ് അക്കൗണ്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക, ജിമെയിൽ അക്കൗണ്ട്സ്. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ കൂടെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ്രോയിഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഒതന്റിക്കേഷൻസ് ഒക്കെ സക്സസ്ഫുൾ ആവുന്നതും നമുക്ക് അതിലോട്ട് സൈനപ്പ് ചെയ്യാനും മറ്റൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫോണിൽ എന്തുള്ളത് കൊണ്ടാണ്, ആൻഡ്രോയിഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന പാക്കേജ് ഇൻബിൽഡ് ആയിട്ട് ഉള്ളതുകൊണ്ടാണ്. അടുത്തത് ആൻഡ്രോയിഡ് ആനിമേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഫോൺ റിലേറ്റ് ചെയ്യുന്ന ആനിമേഷൻസ് ടൂൾസും കാര്യങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾ എക്സ്ട്രാ ആപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് സപ്പോർട്ടീവ് ആവുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഈ OS ആൻഡ്രോയിഡ് ആനിമേഷൻ എന്ന് പറയുന്ന പാക്കേജ് ഉള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്പ് ഡോട്ട് ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാസിലെ നമ്മൾ ബാക്കപ്പ് ചെയ്യാറില്ലേ, ഈവൻ നമ്മൾ റീസ്റ്റോർ ഒക്കെ ചെയ്യാറില്ലേ, നമ്മൾ ഫോൺ നന്നായി ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ നഷ്ടപ്പെട്ട് പോയിക്കോട്ടെ എന്നാലും നമ്മൾ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കും, ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കും അല്ലേ, കുറച്ച് ഡാറ്റാസ് ഒക്കെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് പ്രാക്ടിക്കലി നമുക്കത് ആപ്ലിക്കബിൾ ആവുന്നത് നമ്മുടെ നമ്മുടെ ഫോണിലുള്ള ആൻഡ്രോയിഡ് OS ആൻഡ്രോയിഡ് ആപ്പ് ഡോട്ട് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉള്ളത് കൊണ്ടാണ്. ആൻഡ്രോയിഡ് ബ്ലൂടൂത്ത് നിങ്ങൾക്ക് അറിയുന്ന പേരാണ് അല്ലേ. ബ്ലൂടൂത്ത് എന്തിനാണ് യൂസ് ചെയ്യുക, ബ്ലൂടൂത്ത് ഫെസിലിറ്റി നമ്മുടെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന പാക്കേജ് നമ്മുടെ ഫോണിൽ ഉണ്ട് എന്നാണ് അർത്ഥം. ആൻഡ്രോയിഡ് ആപ്പ് വിഡ്ജറ്റ് നിങ്ങൾക്കറിയാം, നമ്മുടെ ഫോണിൽ ഇങ്ങനെ ആപ്പ് ഒരു സ്ക്രീൻ, ഹോം സ്ക്രീൻ, നെക്സ്റ്റ് സ്ക്രീൻ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആപ്പ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലല്ലേ എല്ലാം ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഒരു ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അങ്ങനെ അത് അറേഞ്ച് ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ആപ്പ് വിഡ്ജറ്റ് എന്ന് പറയുന്ന പാക്കേജ് ഉള്ളത് കൊണ്ടാണ്. ആ വിഡ്ജറ്റ് ഫോമാറ്റിൽ അതൊക്കെ അവൈലബിൾ ആയി നിൽക്കുന്നത്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് കണ്ടൻസ് ആണ്. കണ്ടൻസ് എന്ന് പറയുമ്പോൾ ഡാറ്റ ആക്സസിങ്, അതായത് ഇപ്പോൾ നമ്മൾ എക്സെഞ്ചർ വഴി അല്ലെങ്കിൽ ഷെയർ ചാറ്റ് ഒക്കെ വഴി നമ്മൾ ഡാറ്റാസ് ഒക്കെ എടുക്കുന്നില്ലേ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് കണ്ടന്റ് എന്ന് പറയുന്ന ലൈബ്രറി പാക്കേജ് നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്. അടുത്തത് രണ്ടും ആൻഡ്രോയിഡ് ഡാറ്റാബേസും ആൻഡ്രോയിഡ് ഡാറ്റാബേസ് എസ്കോലൈറ്റ് എന്ന് പറയുന്നത്. ഡാറ്റാബേസ് നമുക്കറിയാം, നമ്മുടെ ഫോണിൽ നമ്മൾ ആൻഡ്രോയിഡ് OS ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഡാറ്റാബേസ് ഉണ്ടല്ലേ, അവിടെ പോയിട്ടില്ലേ നമ്മൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും നമ്മുടെ PDF ഫയൽസ് ഒക്കെ പോയി സ്റ്റോർ ആവുന്നത് ആ ഡാറ്റാബേസിലാണ്.
ആ ഡാറ്റാബേസ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫോണിലെ ആൻഡ്രോയിഡ് ഡോട്ട് ഡാറ്റാബേസ് എസ്ക്വലൈറ്റ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ലൈബ്രറീസ് ഉള്ളതുകൊണ്ടാണ്. ഇതിൽ എസ്ക്വലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡാറ്റാബേസ് ഫോൺ ആകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് എസ്ക്വലൈറ്റ് ആണ്. നിങ്ങൾ ഇനിയിപ്പോൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് എസ്ക്വലൈറ്റ് പഠിക്കും. അപ്പോൾ എസ്ക്വലൈറ്റ് ആണ് നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് കേട്ടോ. അതായത് ആൻഡ്രോയിഡ് ഗ്രാഫിക്സ് നിങ്ങൾ ചെയ്യാറില്ലേ, മൂവ്, പെയിന്റ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളില്ലേ, ക്യാമറ, കളറ്, അങ്ങനെ കുറച്ചും കൂടെ ഇമേജ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഗ്രാഫിക്സ് പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ ഡിഫറെൻറ്റ് ആപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മുടെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന പാക്കേജ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ആൻഡ്രോയിഡ് ഗ്രാഫിക്സിന്റെ സബ് ക്ലാസ് ആണ് ഡ്രോവബിൾ ഷേപ്സ് എന്ന് പറയുന്നത്. ഡ്രോബിളിൻ്റെ സബ് ക്ലാസ് ആണ് ഷേപ്സ്. ഡിഫറെൻറ്റ് ഷേപ്സിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട്. അതൊക്കെ ഈ പാക്കേജ് ഉള്ളതുകൊണ്ടാണ് ആൻഡ്രോയിഡ് ഡോട്ട് ഹാർഡ് വയേഴ്സ് എന്ന് വെച്ചാൽ ഹാർഡ് വയേഴ്സിൻ്റെ സപ്പോർട്ട് നമ്മുടെ ഫോണിൽ ഇപ്പോൾ വയേർഡ് കണക്ഷൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് നമ്മുടെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്നത്, അതൊക്കെ ഡിഫറെൻറ്റ് ഹാർഡ് വയേഴ്സ് തന്നെയാണ് ഇതിനെ റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഹാർഡ് വയർ എന്ന് പറയുന്ന പാക്കേജ് ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഗ്രാഫിക്സ് ഡോട്ട് ക്യാമറ ആസ് യൂഷ്വൽ ക്യാമറ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ്. യു എസ് ബി പ്രോപ്പർട്ടീസ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന പാക്കേജസ് ആണ്. ഇത് കണ്ടില്ല, ആൻഡ്രോയിഡ് മീഡിയ ഡോട്ട് ഓഡിയോ എഫക്ട്സിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വീഡിയോ എഫക്ട്സിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ക്യാമറാസും മ്യൂസിക്സും തമ്മിലുള്ള ഇതിനൊക്കെ വേണ്ടി, ഇതൊക്കെ അതുപോലെ നെറ്റിന് വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് ഡോട്ട് നെറ്റ് എന്ന് പറയുന്ന പാക്കേജ്. ഇതൊക്കെ ഓരോ പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടേമിൻ്റെ ഒക്കെ കൂടെ ആൻഡ്രോയിഡ് ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ എന്താണ് പാക്കേജസ് ആണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ പ്രോപ്പർട്ടി നമ്മുടെ ഫോണിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒരുപാട് പാക്കേജസ് ഇനിയും ഉണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പാക്കേജസ് പഠിക്കും. ഓൾറെഡി നിങ്ങൾ കുറച്ച് ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ആൻഡ് ജാവ പാക്കേജസ് ആൻഡ്രോയിഡ് അവൈലബിൾ ആയിട്ടുള്ള. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവാണ്. എങ്ങനെയാണ് നമുക്കൊരു കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവിറോൺമെൻറ്റ്, നമുക്കൊരു OS ഒക്കെ ഉണ്ടാക്കണം, നമുക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. സോ നമ്മൾ എങ്ങനെയാണ് അത് സെറ്റപ്പ് ചെയ്യുക എന്നാണ് നമ്മൾ പറയാനായിട്ട് പോണത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ കുറേ ലൈബ്രറീസ് ഒക്കെ ഇനീഷ്യലി പറഞ്ഞിരുന്നു. ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ്, അതേപോലെ തന്നെ SDK, അതേപോലെ തന്നെ ADT, ഇങ്ങനെ ഒരുപാട് പാക്കേജസ് നമുക്കിതിൽ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് 8 GB RAM ഒക്കെ വേണമെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല GB സൈസ് വേണം നമുക്ക് കമ്പ്യൂട്ടറിൽ, അത്രയും കോൺഫിഗറേഷൻ വേണം. എങ്കിലേ നമുക്ക് ഈ ഒരു സംഭവം തന്നെ ഈ ഒരു എക്ലിപ്സും ഈ ഒരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമും ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇത്രയും പാക്കേജസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് SDK, അതായത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് കിറ്റ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് എല്ലാ OS-നെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വിൻഡോസിനെയും മാക് OS-നെയും ലിനക്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഹാർഡ്വെയർസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും കോമ്പാറ്റബിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലുള്ള എന്താ പറയുക പാക്കേജാണ് ഇവരത്. സോ ഒന്നിനെയും ഇൻകോമ്പാറ്റബിൾ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എല്ലാത്തിലും ഇത് പറ്റും. എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. ഒന്നിനെയും അത് എന്താ പറയുക പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു പ്ലാറ്റ്ഫോമിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്നത് JDK ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് 6.5 വേർഷൻസ് ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ 6.0 ആണ് യൂസ് ചെയ്യുന്നത്. സോ 6.0 യൂസ് ചെയ്ത് നമ്മൾ ആദ്യം JDK ആണ് ഇൻസ്റ്റാൾ ചെയ്ത്. ഇൻസ്റ്റലേഷൻ 2-3 സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്കിപ്പോൾ ടർബോ ഒക്കെ ഡയറക്റ്റ് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ JDK, അതായത് ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ്, ഏതാണ്ട് ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ജാവയിലും ചെയ്യുന്നത് കേട്ടോ. ജാവ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് ഇതേ സ്റ്റെപ്പിലാണ്. അതിനും കുറച്ചുകൂടെ എക്സ്ട്രാ സ്റ്റെപ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ JDK ഇൻസ്റ്റാൾ ചെയ്യുക. അത് 6.0 വേർഷനാണ് ഇപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കിറ്റ് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ C ഡ്രൈവിൽ കൊണ്ടുപോയിട്ടാണ് ഇടാറ് എല്ലാ ഫയൽസും. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ആദ്യം JDK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യും. രണ്ടാമത്തേത് എക്ലിപ്സ്, അതായത് നിങ്ങൾ കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കാണുന്ന ആ ഒരു പോർഷനിൽ നിങ്ങൾ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നത്, അതാണ് എക്ലിപ്സ്. ആ ഒരു പോർഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അത് രണ്ടാമത്തെ ഇൻസ്റ്റാളേഷൻ നമ്മൾ എക്ലിപ്സ് ആണ് ചെയ്യേണ്ടത്. സെയിം ലൊക്കേഷനിൽ തന്നെ നിങ്ങൾ കൊണ്ടിടാനായിട്ട് ശ്രമിക്കുക. C എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ് നിങ്ങൾ ചൂസ് ചെയ്തത്, JDK ചൂസ് ചെയ്തതെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ എക്ലിപ്സും ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇവിടെ എക്ലിപ്സിൻ്റെ 3.6 വേർഷനാണ് ഒരു പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ആൻഡ്രോയിഡ് SDK നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ JDK കഴിഞ്ഞിട്ട് എക്ലിപ്സ് കഴിഞ്ഞിട്ട് SDK പാക്കേജ്, ആൻഡ്രോയിഡിൻ്റെ SDK പാക്കേജും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. സെയിം ഇതിന് മാച്ചിങ് ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നമ്മൾ കമൻറ്റ് പ്രോംപ്റ്റിൽ പോയിട്ട് നമ്മൾ IP ഒന്ന് കോൺഫിഗർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക IPv4ൻ്റെ ഈ ഒരു സെയിം IP അഡ്രസ്സിനൊന്ന് കൊടുത്തിട്ട് നമ്മൾ IP കോൺഫിഗർ കമൻറ്റ് പ്രോംപ്റ്റിൽ പോയിട്ട് IP കോൺഫിഗർ ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ADT ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇത്രയും പാക്കേജ് ആയിക്കഴിഞ്ഞാൽ, ADT കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പാക്കേജ് സെറ്റായി. ദെൻ നമ്മൾ സാധാരണ ആ ഒരു ഐക്കൺ നമുക്കപ്പോൾ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഐക്കണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ADTൻ്റെയും SDKൻ്റെയും JDKൻ്റെ ഒക്കെ എല്ലാ ലൈബ്രറീസും നമുക്ക് ആ ഒരു സിംഗിൾ ഇതിൽ തന്നെ അവൈലബിൾ ആവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു എന്താ പറയുക ആൻഡ്രോയിഡിൻ്റെ
ഇത് നമ്മൾ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റലേഷനൊക്കെ നിങ്ങൾക്കിത് ഞാനിപ്പോൾ പറയുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. നമുക്കിപ്പോൾ ലാബിലാണെങ്കിൽ ഒരെണ്ണം ഞാനിപ്പോൾ എല്ലാത്തിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഒരെണ്ണം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇൻസ്റ്റലേഷനും പാക്കേജസും ആണ് ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. താങ്ക് യു.